നാട്ടുകാർ പുലിയെ കണ്ടെന്ന് പറയുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായിപ്പാറയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് കോഴിക്കോട് DFO യു ആഷിഖലി. കൂട് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തുടർച്ചയായി പുലിയെ കണ്ട സാഹചര്യത്തിൽ കാരശ്ശേരി പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് DFO ഇക്കാര്യം വ്യക്തമാക്കിയത്. നാട്ടുകാർ പുലിയെ കണ്ടെന്ന് പറയുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായിപ്പാറയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് കോഴിക്കോട് DFO യു ആഷിഖലി പറഞ്ഞു. നാഷണൽ ടൈഗർ കോൺസർവേഷൻ്റെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷമാണ് കൂട് സ്ഥാപിക്കുക. കൂട് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. പ്രദേശത്ത് നാട്ടുകാർ കണ്ടത് പുലിയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ വല്ലത്തായിപ്പാറയിൽ കണ്ട പുലിയുടേതെന്ന് പറഞ്ഞ് പ്രചരിച്ച വീഡിയോ വ്യാജമാണെന്നും ആ വീഡിയോ കാണിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് താൻ കാട്ടുപൂച്ചയാണെന്ന് പറഞ്ഞതെന്നും നിലവിൽ 3 ക്യാമറകളാണ് സ്ഥാപിച്ചതെന്നും ക്യാമറകളുടെ എണ്ണം ഇനിയും കൂട്ടുമെന്നും DFO പറഞ്ഞു. നൈറ്റ് പെട്രോളിങ്ങും സെർച്ചും തുടരുകയും ചെയ്യും. കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തുടർച്ചയായി പുലിയെ കണ്ട സാഹചര്യത്തിൽ കാരശ്ശേരി പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് DFO ഇക്കാര്യം വ്യക്തമാക്കിയത്. കമ്മിറ്റിയിലെ തീരുമാനപ്രകാരം അവിടെ കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് പ്രകാരമുള്ള ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് അടിയന്തരമായിട്ട് തന്നെ നമ്മൾ ആ കൂട് വെക്കാനുള്ള അനുമതി വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനം നടത്തുന്നതാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം. ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇതുവരെ നമ്മൾ പുലിയാണെന്ന് എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ കാൽപ്പാടുകളോ അല്ലെങ്കിൽ ക്യാമറയിൽ അങ്ങനെ ഒരു പുലിയുടെ ചിത്രം കിട്ടുകയും ചെയ്തിട്ടില്ല. പുലിയാണെന്ന് ഇപ്പോഴും ഉറപ്പുവരുത്തിയിട്ടില്ല. അതിനുവേണ്ടി തന്നെ നമ്മൾ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നാട്ടുകാരുടെയും മറ്റ് ആൾക്കാരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ നാളെ മുതൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള തെരച്ചിലുകളും കൂടെ നടത്താൻ വേണ്ടി ഈ യോഗത്തിന് തീരുമാനമായിട്ടുണ്ട്. അത് നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് മെമ്പർമാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.